അതെ നിറയെ കുട്ടികളെയൊക്കെ എടുത്തോണ്ട് വരുന്നല്ലോ ഇത്. മൊത്തം കുട്ടികളാ, മൊത്തം പ്രസവിച്ചാണോ? പക്ഷെ ഈ കുട്ടികളെ കൊണ്ട് വിറ്റാൽ തന്നെ പൈസ കിട്ടുമല്ലോ നിനക്ക്. കോടികള് അതാ നാട്ടിലും കിട്ടത്തില്ല ഇതുപോലെ കുട്ടികള്. ഇതോടെ കുട്ടികളെ 2 മാസം ആകെ തന്നെ മുതലാ. எப்படி இருக்கு நேரிட்டு பார்க்கும்போது எப்படி இருக்கு? ஹை குவாலிட்டியா இருக்கு. இந்த மாதிரி மாடு இதுக்கு முன்னாடி பார்க்க முடியாது. അർഷപ്പോ നമസ്കാരം. നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോകുന്നില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ കർണാടക തന്നെയാണോ? നിങ്ങള് പാർട്ട്ണർ നിങ്ങളൊക്കെ ആയിട്ട് പാലക്കാട് മൊത്തം ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതല്ലോ. ഇത് എന്റെ പുതിയ ഫാമാണോ? 9 മാസമായിട്ടേ ഉള്ളൂ. അർഷാദിന്റെ നേരത്തെ എടുത്തായിരുന്നു അല്ലേ? എങ്ങനെയാ? മുന്നേ എടുത്തു. അർഷാദ് നാട്ടിൽ കൊണ്ടുവന്ന് ഒരെണ്ണം ട്രയൽ ചെയ്തതിനു ശേഷം അവിടെ നിന്ന് എടുത്ത് സക്സസ് ആയതിനു ശേഷമാണ് രണ്ടാമത് ഇവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് നേരിട്ട് കുറെ എടുത്തിട്ടുണ്ട്, കൂടുതൽ എടുത്തിട്ടുണ്ട്. ഞാൻ മാസം നേരിട്ട് വന്നായിരുന്നു മാർക്കറ്റ്. ഓ ഫാമിലി ആയിട്ട് വന്നു. അതാണ് പറഞ്ഞത്, ഫാമിലി ആയിട്ട് എല്ലായിടത്തും. നല്ല ഹെവി സൈസ് 2 പശുക്കൾ എടുത്തിട്ടുണ്ടല്ലോ. കന്നിയില് നല്ല അടിപൊളി അണനെക്കാട്ട് നല്ല ഹൈറ്റുള്ള പശുക്കള്. 2 പല്ല് പ്രായത്തില് അടിപൊളി ഹെവി സൈസ് പശുക്കളാണ്. അണ നല്ല ബ്ലാക്കില് നല്ല ഹെവി സൈസ് പശുക്കളാണല്ലോ. ബ്ലാക്ക് കൂടിയ നല്ല അടിപൊളി നല്ല ആനക്കുട്ടി മാറി ഇരിക്കണം ഇന്ന പശു. പല്ല് എത്ര പ്രായമായിട്ടുണ്ട്? 4 പല്ലാണ്. രണ്ടും കൂടെ എത്ര പാല് പ്രതീക്ഷിക്കണം? രണ്ടും കൂടെ 50 ലിറ്റർ. 4 പല്ല്. അണ്ണാ നമ്മുടെ കയ്യിലിരിക്കുന്ന പശുക്കൾ ഇപ്പൊ കന്നിയാണോ? ഇതിന്റെ രണ്ടിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയണോ? 2 4 പല്ല് പ്രായത്തിലുള്ള നല്ല അടിപൊളി ഹെവി സൈസ് പശുക്കളാണ് അല്ലേ? कितना प्राइस आस्किंग प्राइस 130. क्यों इतना ज़्यादा आस्किंग कर रहे हैं? फर्स्ट लैक्टेशन नहीं है, 6 टीथ है. सेकंड है 6 टीथ है, तो साइज से बड़ा नहीं है. क्यों 130? 30 लीटर 2 टाइम 50-50 मिलेगा? पक्का मिलेगा? गारंटी मिलेगा? नहीं मिलेगा तो क्या करेगा? वापस आके छोड़ोगा. नहीं मिलेगा तो वापस लेके जा रहा है. कितना प्राइस आपको बोल रहा है? देखना വണക്കണ എപ്പടി ഇருக்கு? ചിലപ്പോ എന്താ മാർക്കറ്റിലാണാ? ചിന്താമണി. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ പശുക്കളൊക്കെ വാങ്ങാനായിട്ട്. ചേട്ടൻ എവിടെ സ്ഥലം? നിലമ്പൂര് പൂക്കോട്ടുംപടം. ആദ്യമായിട്ടാണോ ഈ ഒരു മാർക്കറ്റില്? ഒരു മാസം മുന്നേ ജസ്റ്റ് ശരി. അപ്പൊ മാർക്കറ്റൊക്കെ കണ്ട് മാർക്കറ്റെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പോയി. പിന്നെ അടുത്ത 8 പശുക്കൾ എടുത്തിട്ടുണ്ട് ഈ ഒരു കാണുന്നത്. എങ്ങനെയായിട്ട് നമുക്ക് ഫാമാണോ? ഇപ്പൊ തുടങ്ങിയതാണോ അതോ? 10 വർഷമായിട്ട് ചേട്ടനുണ്ടോ? വേണ്ട. പാലക്കാട് എവിടെ സ്ഥലം? പാലക്കാട് എവിടെയാണ് കറക്റ്റ്? കടമ്പഴിപ്പുറം. ഫാമാണോ നമുക്ക്? എത്ര വർഷമായിട്ട് ഈ ഒരു ഫാമായിട്ട് നിൽക്കുന്നുണ്ട്? ഒരു 9 മാസമായിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. മാർക്കറ്റ് ആദ്യമായിട്ടാണോ? മാർക്കറ്റിൽ ആദ്യമായിട്ടാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പശുവിനെ ആദ്യം ഒരു മാസം മുന്നേ കിട്ടിയിട്ടുണ്ട്. അത് എവിടുന്ന്? അർഷാദ്. അറിയാം. അർഷാദ് എടുക്കുന്നതാണ്, പാലക്കാട് എടുക്കുന്നതാണ്. പിന്നെ വന്നേ ഇപ്പൊ ഇന്ന് എത്ര? 8 എടുത്തു? 5 എടുത്തിട്ടുണ്ട്. 3 എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് മൊത്തം എത്ര പശുക്കളുണ്ട് ഇപ്പൊ നമുക്ക്? 7 പശുക്കളുണ്ട്. കൂടുതൽ ഇനിയിപ്പോ ചിന്താമണി പശുക്കളാക്കാനാണ് പരിപാടിയില്. എത്ര പാല് വരെ കിട്ടി നമുക്ക് ആ പശുക്കൾക്കൊക്കെ? 22 കന്നിയിൽ. എത്ര കന്നിയാണോ? കന്നിയിൽ അത്രയും വരെ പാല്. ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്ന കന്നി പശുക്കളാണോ? കന്നി പശുക്കൾ തന്നെയാണ് എടുത്തത്. എന്തായാലും പശുക്കളെല്ലാം കാണാം. ഓരോ പശുക്കളൊന്നും കാണിക്കണം അല്ല? ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങണം. ഈ ആയത്ത് കാണുന്ന പശുക്കളൊക്കെ എന്താണ്? എന്ത് കന്നിയാണോ? കന്നി പശുക്കളാണ്. ഈ ഒരു സൈഡിൽ നിന്ന് എല്ലാം കന്നി പശുക്കളാണ്. ഇതെല്ലാം പ്രസവിക്കാൻ എത്ര? ഏതെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ അതോ? അത് പ്രസവിച്ചിട്ടുണ്ട്. ചനയായിട്ടുണ്ട്. ചനയായിട്ട് നിൽക്കുകയാണ്. ഏകദേശം എന്ത് പാലൊക്കെ പ്രതീക്ഷിക്കണം ഒരു ഐഡിയയില്? 18 to 20 ലിറ്റർ കിട്ടും. ഇതാണ് ബ്ലാക്ക്. 20 മേലെ കൊമ്പുണ്ട് അല്ലേ? 20 മേലെ കിട്ടും. ആണ് ആവറേജ് പ്രൈസ് റേഞ്ച് കൂടെ എത്ര വന്നിട്ടുണ്ട്? 80 മുതൽ 110 വരെ എടുത്തിരിക്കണം. 1,10,000 രൂപ വരെ ഏകദേശം പ്രൈസ് റേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. 90-92 എടുത്തിട്ടുണ്ട്. എത്ര? 90 എടുത്തിട്ടുണ്ടോ? 94 എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഇവിടുന്ന് വണ്ടിക്കൂലി വരില്ലണോ? ഇവിടുന്ന് വണ്ടിക്കൂലി വരട്ടെ. ഇവിടെ വണ്ടിയെല്ലാം ഇവിടെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നല്ല ഹൈറ്റ് ഉള്ള പശുവാണല്ലോ. ഇതൊക്കെ എന്ത് പ്രൈസ്? ഇത് നല്ല ചുവന്ന മടിയിൽ വരും. നല്ല ബ്രീഡ് മാഡായിട്ടാ. ഇതെല്ലാം ഒരു 25 ലിറ്റർ കിടക്കും. 20-25 വരെ പ്രതീക്ഷിക്കാം. ഇതിൽ ഏറ്റവും മാക്സിമം നമുക്ക് ഈ ഒരു പശുവിന് എന്ത് വില വന്നിട്ടുണ്ട്? ഈ കാണുന്ന ഇതെല്ലാം 97 നല്ല കാമ്പകലൊക്കെ ഉള്ള പശു. നല്ല വലിപ്പമുണ്ടല്ലേ ഈ ഒരു പശുവിന്? എല്ലാ സൈസും എല്ലാ സൈസും ഉള്ള സെപ്പറേറ്റ് പിടിക്കുക അതിനെല്ലാം. ഓക്കെ.
ഇതെല്ലാം കന്നി പ്രസവം 4 പല്ലേട്ടാ. ഓക്കെ. ഇത് പ്രസവിച്ചിട്ടുണ്ടോ? ചെനയാണോ? അത് ചെന. ചെനയായിട്ടിരിക്കണ. ഇതൊക്കെ എത്ര പല്ല് പ്രായം കൂടെ വരുന്നുണ്ടോ? எல்லாமே 2 பல்லு 4 பல்லு 6 பல்லேட்டா. பல்லு 8 பல்லாയി പശു ഇവിടെ എടുത്തില്ല. 2 പല്ല് 4 പല്ല് 6 പല്ല്. ഇതെല്ലാം കന്നി പശുക്കളാണ് അല്ലേ? ഇത് സെക്കൻഡ് ആണോ? ഇത് സെക്കൻഡ് പ്രസവം. സെക്കൻഡ് പ്രസവമാണ്. ഇത് രണ്ടാമത്തെ പ്രസവം. രണ്ടാമത്തെ പ്രസവമാണ്. ഇത് പ്രസവിച്ചിട്ടുണ്ടോ? ഇത് രണ്ടാമത്തെ പ്രസവിച്ചിട്ടുണ്ടോ? ഇത് 4 പ്രസവിച്ചിട്ടുണ്ട്. പ്രസവിച്ചിട്ടുണ്ട്. ഇനി ഇതിന് പല്ലും കൂടെ ഒക്കെ നോക്കിയാലാണോ? എല്ലാം കാണിച്ചു കൊടുക്കാം. പല്ലും കൂടെ കണ്ടിട്ട് പാലണം. അത്യാവശ്യം നല്ല ബ്രീഡിലും സൈസിലും ഹെവിയിലുള്ള പശുക്കളാണ്. മൊത്തം എത്ര പശുക്കളാണ് നമ്മൾ വാങ്ങിക്കുന്നത്? മൊത്തം 26 പശു എടുത്തിരിക്കട്ടോ. 26 പശുക്കളിൽ 16 പശുക്കൾ കേരളത്തിലേക്ക്. 16 പശുക്കൾ കേരളത്തിലേക്ക്. എല്ലാം കന്നി പ്രസവം. മൊത്തം കന്നി പശുക്കളാണ് എടുത്തേക്കുന്നത്. ഈ കാണുന്ന എല്ലാം കന്നി പശു. ഇതിന്റെ പല്ലും കൂടെ നമുക്ക് നോക്കിയിട്ട് പോവാം എത്ര പല്ലൊക്കെ വെച്ചിട്ടുണ്ടെന്നുള്ളത്. അണ്ണാ നമ്മുടെ കയ്യിലിരിക്കുന്ന പശുക്കൾ ഇപ്പൊ കന്നിയാണോ? ഇതിന്റെ രണ്ടിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയണോ? 2-4 പല്ല് പ്രായത്തിലുള്ള നല്ല അടിപൊളി ഹെവി സൈസ് പശുക്കളാണ് അല്ലേ? നല്ല മടിപ്പവരൊക്കെ ഉള്ള പശുക്കളാണ്. ഇത് പ്രസവിച്ചിട്ടുണ്ടോ? 2 ചെന പശുക്കളാണ്. ഇതിന്റെ പല്ല് ഇനിയും മടി ഇറങ്ങാനുണ്ട്. ഇപ്പം തന്നെ നല്ല മടിയിലെത്തിയിട്ടുണ്ട്. അവിടെ ഇതിന്റെ പല്ലൊക്കെ എത്ര പല്ല് വന്നിട്ടുണ്ടോ? പല്ല് എത്ര പ്രായമായിട്ടുണ്ട്? 4 പല്ലാണ്. രണ്ടും കൂടെ എത്ര പാല് പ്രതീക്ഷിക്കണം? രണ്ടും കൂടെ 50 ലിറ്റർ. 4 പല്ല്. 4 പല്ലായിട്ടുണ്ട്. 4 പല്ലാതെ പശുവാണ്. അതാണോ മറ്റേതോ? അത് 4 പല്ലാണോ? ഒന്ന് കാണിച്ചോ. 4 പല്ലാവുന്നേ ഉള്ളേ. 4 പല്ല്. അടിപൊളി പശുക്കളാണ്. നല്ല ഹെവി സൈസ് ഒരുപാട് പശു. രണ്ടും കൂടെ ഏകദേശം 50 ലിറ്ററാണ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറയുന്നത്. നല്ല മടിപ്പവറുള്ള 2 പശുക്കൾ. രണ്ടും കൂടെ ഏകദേശം പ്രൈസ് റേഞ്ച് രണ്ടും കൂടെ എന്ന് വന്നിട്ടുണ്ടോ? 2 ലക്ഷം രൂപ റേഞ്ചിൽ നമുക്ക് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി എടുക്കേണ്ട പശുക്കളാണ്. ശക്തനാ, ഈ 2 പശുക്കൾ എന്ത് പ്രായം വരുന്ന? കന്നി പശുക്കൾ 4 പല്ല് പ്രായത്തിൽ വരുന്നത്. പ്രസവിച്ച പശുവാണോ? 2 ചന പശുക്കളാണ്. പ്രസവിക്കാൻ എത്ര ദിവസം ഗ്യാപ്പുണ്ടോ? ഒരാഴ്ച. ഇത് രണ്ടും കൂടെ എന്ത് പാല് പ്രതീക്ഷിക്കാം നമുക്ക്? ഇതും രണ്ടും കൂടെ നമുക്ക് 50 ലിറ്റർ ഒരു ദിവസം പ്രതീക്ഷിക്കാവുന്ന 2 അടിപൊളി പശുക്കളാണ്. എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടോ? പ്രൈസ് എന്ത് വന്നിട്ടുണ്ട്? രണ്ടും കൂടെ ആവറേജ് 180 പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ട്. അണ്ണാ നല്ല ബ്ലാക്കിൽ നല്ല ഹെവി സൈസ് ഒരു പശുക്കളാണല്ലോ. ബ്ലാക്ക് കൂടിയ നല്ല അടിപൊളി നല്ല ആനക്കുട്ടി പാലിരിക്കണം ഇന്ന പശു. ഇത് മോഴയത് 4 പല്ലില് ബ്ലാക്ക് കൂടിയ അടിപൊളി ഒരു പശുവാണ്. തേനി കസ്റ്റമർ 3 മാട്. ഈ ഒരു മാട് നല്ല അടിപൊളിയാണ്. ഒന്നും പറയാല്ല. നല്ല അടിപൊളി സൈഡ് 4 മാട്. അത് ബ്ലാക്ക് ടച്ച് കൂടിയതാണ്. ബ്ലാക്ക് കൂടിയ ടൈപ്പ്. നല്ല ഫാക്ട്. നല്ല പാല് കിടക്കണ മാതിരി. നല്ല സൈസ് ഇருக்கு. നല്ല ഹെവി സൈസ് ഇருக்கு. പ്രസവിച്ചാണോ ഇത്? ചനയിലിരിക്കുകയാണ്. പക്ഷെ നല്ല പശുവാണ് കേട്ടോ. നല്ല സൈസ് ഉണ്ട്. ബ്ലാക്ക് ആണ് കൂടുതൽ. എങ്ങനെയായാലും നല്ല പാല് പ്രതീക്ഷിക്കേണ്ടതല്ലേ? എത്ര പാല് കിട്ടുമായിരിക്കണത്? 25 to 30 വരെ പ്രതീക്ഷിക്കുന്നു. ബ്ലാക്ക് കൂടുതൽ. പക്ഷെ നല്ലതാണ്. നല്ല സൈസ് ഉണ്ട്. ഇതുവരെ നമ്മൾ കണ്ടതിൽ ഏറ്റവും സൈസുള്ളൊരു പശുവാണ് ഈ ഒരു ബ്ലാക്ക് എന്ന് പറയുന്നത്. ഈ എന്ത് പ്രൈസ് വന്നെ ഈ ബ്ലാക്കിന്? 110. 1,10,000 രൂപ റേഞ്ചിൽ വന്നേക്കുന്ന പശുവാണ്. അതുപോലെ സൈസ് ഉണ്ട്. ഉറപ്പായിട്ട് ഈ പശു നല്ല പാല് കറക്കും എന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട് കണ്ടിട്ട്. നമ്മളിപ്പോൾ ഒരുപാട് ഫാമിലൊക്കെ പോയിട്ട് ഈ ഒരു ബ്ലാക്ക് ടച്ച് കൂടിയ പശുക്കളാണ് കൂടുതലും പാല് കറക്കുന്ന നമുക്ക് എക്സ്പീരിയൻസിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പശുവും കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നു. അത്യാവശ്യം ബ്രീഡിലുണ്ട്. നല്ല സൈസിലും ഉണ്ട്. ആ പശുവും കുഴപ്പമില്ല. എത്ര പല്ല് പ്രായമാണത്? പല്ലൊന്ന് കാട്ടും പിടിവേണം. இந்த സൈസിൽ ഇതിവിടെ 4 പല്ല. അവളോ സൈസ് വെച്ചിരിക്കും. 4 പല്ലെന്ന് പാക്കണല്ലോണ. വേണ്ട 3 പല്ല്. 4ാമത്തെ പല്ലാവുന്നേ ഉള്ളു. അന്തമാണ് 4ാമത്തെ പല്ല്. 4 പല്ല് കഴിഞ്ഞ അടിപൊളി 2 പശുക്കളാണേ. അണ്ണ വേറെ അടിപൊളി ഒരു ക്രോസ് പശുക്കളുണ്ടോ? HF ജേഴ്സി. ഒരെണ്ണം കൊമ്പുള്ള പശുവാണോ? ക്രോസ് മാഡ്. HF നല്ല അടിപൊളി ക്രോസ് മാഡാണ്. പാലക്കാടിന് വേണ്ടി ക്രോസ് എടുത്തിക്കാണ്. നല്ല ബ്ലാക്ക് ടച്ച് കൂടി. എത്ര പല്ലൊക്കെ ഉണ്ടത്? 2 പല്ല്. ഒരെണ്ണം കൊമ്പുള്ളതും ഒരെണ്ണം മോഴയാണ്. ഒറിജിനൽ മോഴയും ഫുൾ ബ്ലാക്ക് ടച്ച് കൂടിയ പശുക്കളാണ്. ഇത് പാലക്കാട്ടത്തിന് എടുത്തിയാണ് കേട്ടോ. പാലക്കാട് ക്ലൈമറ്റ് ചൂട് കൂടുതലായതുകൊണ്ട് ബ്ലാക്ക് കൂടിയ അടിപൊളി ക്രോസ് പശുക്കളാണ്. അണ്ണ എത്ര പാല് കിട്ടുമായിരിക്കണത്? രണ്ടും കൂടെ 40 ലിറ്റർ എങ്ങനെയാലും പ്രതീക്ഷിക്കുന്ന അടിപൊളി ക്രോസ് പശുക്കളാണ്. വെറും 2 പല്ല് പ്രായമാണ്. കന്നിയില്. എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടോ? 80,000 രൂപ ആവറേജ് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ട്. ആവറേജ് സൈസാണ്. കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ട്. പല്ലൊന്ന് കാട്ടുമ്പോഴാണ്
4 പല്ലായിട്ടുണ്ട്. അതാണോ? അത് 4 ചേട്ടാ. 4 പല്ലായിട്ടുണ്ട്. ഓക്കെ. ആണ് നല്ല ഹെവി സൈസ് 2 പശുക്കൾ എടുത്തിട്ടുണ്ടല്ലോ. രണ്ടുമേ കന്നി പ്രസവമാണ്. കന്നിയിൽ നല്ല അടിപൊളി അണനെക്കാട്ടി നല്ല ഹൈറ്റുള്ള പശുക്കള്. 2 പല്ല് പ്രായത്തില് അടിപൊളി ഹെവി സൈസ് പശുക്കളാണ്. ഇത് പ്രസവിച്ചിട്ടുണ്ടോ? ഒരെണ്ണം പ്രസവിച്ചിട്ടുണ്ടോ? ഇതിൽ ഏതാണ് പ്രസവിച്ചതാണോ? കൊമ്പുള്ളയാണോ പ്രസവിച്ചേ? ഇത് കൊമ്പുള്ള പശു പ്രസവിച്ചിട്ടുണ്ട്. ഇത് പ്രസവിച്ചിട്ടില്ല. ആണ് ഇത് എത്ര പാല് കിട്ടുവാണ് 2 കൂടെ ചേർത്തിട്ട്? 45 to 50 ലിറ്റർ പ്രതീക്ഷിക്കുന്ന കന്നി പശുക്കളാണ്. ഒരു 20-25 ലിറ്റർ വരെ നമുക്ക് ഒരെണ്ണത്തിൽ പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡ് പശുക്കളാണ്. എന്ത് പ്രൈസ് റേഞ്ച് വരുവാണ് ഇതൊക്കെ കന്നിക്ക്? ഇതൊക്കെ 1 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ റേഞ്ചിൽ വരുന്ന പശുക്കളാണ്. ഇത് എന്താ ഊരിൽ വാങ്ങിക്കണം? വയനാട്. പല്ലൊന്ന് കാണിക്കണം. 2 പല്ല് ആയിട്ടുള്ള പല്ല് ബാക്കി മുളച്ചു വരുന്നുണ്ട്. അന്ത പശുവാണ്. 4 പല്ല. നാലാമത്തെ 4 പല്ലായിരിക്കും. നല്ല അടിപൊളി സൈസാണ് കേട്ടോ. നല്ല ഹെവി സൈസ് പശുക്കളാണ്. 2 പല്ല് ഉണ്ടെങ്കിലും പ്രസവിച്ചിട്ടുണ്ട് ഇത്ര സൈസിൽ വന്നിട്ട്. അതുകൊണ്ട് ഇത് 2 അടിപൊളി ഇത് ക്രോസ് പശുക്കളാണ് അല്ലാണ്ട് ചെറിയ ജേഴ്സി HF ക്രോസ് വന്ന് 2 പശുക്കൾ വാങ്ങിയിട്ടുണ്ട്. എന്ത് ടൈപ്പാണ്? കുറച്ച് ചൂടുള്ള ഏരിയയിലും പറ്റുന്ന ടൈപ്പാണ്. കുറച്ച് ക്രോസ് HF ക്രോസ് പശുക്കൾ എടുത്തതാണ്. HF ജേഴ്സി ക്രോസ് പശുക്കൾ. എത്ര പല്ല് പ്രായമാണിത്? 4 പല്ല് 6 പല്ലാണ് മാക്സ്. ഇത് 2 4 പല്ല് പ്രായത്തിലിരുന്ന അടിപൊളി ക്രോസ് പശുക്കളാണ്. ഇത് പ്രസവിച്ചിട്ടുണ്ടോ? ചനയാണോ? 2 ചന പശുക്കളാണ്. ഡെലിവറിക്ക് എവിടെ നാൾ വെച്ചിരിക്കണ? പ്രസവിക്കാൻ എത്ര നാൾ എടുക്കും? നീ 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. ഏകദേശം പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ട് 2 കൂടെ? 80-90 വന്നിട്ടുണ്ട് 2 കൂടെ ചേർത്തിട്ട്. എത്ര പാല് പ്രതീക്ഷിക്കാം മാക്സിമം? ഇത് 2 ഏത് ഏരിയക്ക് എടുത്ത പശുക്കളാണ്? കൊല്ലത്തേക്ക് എടുത്ത പശുക്കളാണ്. ശരിക്കും നല്ല വൈറ്റ് ഒരു പശു വരുന്നുണ്ടോ? ജന്മം. ഇത് എത്ര പല്ല് പ്രായമുണ്ടത്? എത്ര പല്ല് പ്രായമുണ്ടത്? 6 പല്ല്. സെക്കൻഡ് 2ാം വർഷമോ? 4 പല്ല് കന്നി പശു. നല്ല ഡെൻമാർക്ക് HF ആണ് അല്ലേ? 2 ഡെൻമാർക്ക് HF പശുക്കളാണ്. നല്ല വൈറ്റ് ടച്ച് കൂടി. ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ട് അവിടെ? എന്ത് പ്രൈസിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ? 1 ലക്ഷം രൂപ റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി ബ്രീഡ് പശുക്കളാണ്. എത്ര ലിറ്റർ വരെ ഒരു പശു പ്രതീക്ഷിക്കണം നമുക്ക്? 25 to 30 ലിറ്റർ വരെ പ്രതീക്ഷിക്കാവുന്ന പറയുന്ന അടിപൊളി ബ്രീഡ് പശുക്കളാണ്. 4 പല്ല് പറയാം അല്ലേ? പ്രസവിച്ചിട്ടുണ്ടോ? ഡെലിവറിക്ക് എവിടെ നാൾ വെച്ചിരിക്കണ? ഇനി ഒരു 20 ദിവസത്തിനുള്ളിൽ. ഇത് എന്ത് ഊർക്ക് എടുത്തിക്കടാ? പാലക്കാട് ടീം എടുത്തിരിക്കുന്ന പശുക്കളാണ്. അടിപൊളി പശുക്കളാണ്. ശക്തന ഇപ്പം കയ്യിലിരിക്കുന്ന 2 പശുക്കള് എന്ത് പ്രായമാണ്? 4 പല്ല്. ഇത് എവിടെ എങ്ങോട്ട് വാങ്ങി വെക്കുന്നതാണ്? വയനാട് വാങ്ങിക്കുന്നത്. ഇത് പ്രസവിച്ച പശുവാണോ ചന പശുവാണോ? 2 ചനയാണ്. എത്ര ദിവസം ഉണ്ടോ പ്രസവിക്കാൻ? ഒരാഴ്ച ഗ്യാപ്പുണ്ട് പ്രസവിക്കാൻ. എന്ത് പാല് പ്രതീക്ഷിക്കാൻ 2 കൂടെ? ഒരു പശുവിന് 25 ലിറ്റർ വരെ പ്രതീക്ഷിക്കാം. 4 പല്ല് പ്രായത്തിൽ നല്ല സൈസിലുള്ള ബ്രീഡിലുള്ള പശുവാണ് അല്ലേ? ഇത് 2 ആവറേജ് പ്രൈസ് റേഞ്ച് എന്ത് വന്നിട്ടുണ്ട് നമുക്ക്? 180, 190 പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ട്. ആവറേജ് പ്രൈസ് റേഞ്ച്. 4 പല്ലിൽ നല്ല അടിപൊളി കന്നി പശുണ്ടോ? ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ടോ പ്രസവിക്കാൻ? നമസ്കാരം. എല്ലാവരും പേരെങ്ങനെയാ? ഹരിദാസ്. മോനാണോ? 2 പേരുടെ പശുക്കളെ കാണാനായിട്ട് ഇറങ്ങിയേക്കാണല്ലേ? ബാംഗ്ലൂർ തന്നെയാണ്. ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നത്. ഏത് സ്ഥലത്താണ്? HSL വർക്ക് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു മാർക്കറ്റിൽ വരുന്നത്? 1 മാസം മുന്നേ. എങ്ങനെയാണ്? എത്ര വർഷമായിട്ട് നമ്മൾ ഈ ഒരു പശു വളർത്തൽ മേഖലയിലുണ്ട്? 10 വർഷമായിട്ട്. എല്ലാവർക്കും താല്പര്യമാണ്? ബ്രോയ്ക്ക് ഇൻട്രസ്റ്റ് ആണോ? ഇങ്ങനെയാണ് പോകുന്നത് ഫാമിലി ആയിട്ട് അല്ലേ? എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വേറെ ആരൊക്കെ ഉണ്ട്? സൗത്ത് ആഫ്രിക്കയിൽ വർക്ക് ചെയ്യാണ്. ഇളയതാണ്. പിന്നെ വൈഫ് ഞങ്ങളുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും ചേർത്തിട്ടാണോ പശുക്കളുടെ കാര്യങ്ങൾ നോക്കുക? അത് ജോലിക്കാർ അവർ ജോലിയൊക്കെ ആയിട്ട് ബാംഗ്ലൂരാണ്. അപ്പം കൂടുതലും ചേട്ടനും വൈഫൊക്കെ ആയിട്ടായിരിക്കും മെയിൻ ആയിട്ട് പോകുന്നത്. വേറെ ജോലിക്കാരുണ്ടോ നമുക്ക്? എത്ര പേരുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്? ഫാമിലി ആണോ അതോ ഏട്ടൻ? എങ്ങനെയാണ് അവർക്ക് സാലറി കൊടുക്കേണ്ടത് നമുക്ക്? 2 രൂപ ചേർത്തിട്ട്. എത്ര പശുക്കൾ വരെ നോക്കും അവര്? മൊത്തത്തിൽ അവർ നോക്കും. തീറ്റി കറവ ഫുള്ള് കാര്യങ്ങൾ അവർ നോക്കിക്കോളും. നമ്മൾ പിന്നെ ഫുള്ള് മോണിറ്റർ ചെയ്യണം അല്ലേ? ഓക്കെ. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് പശുക്കളുടെ ഒരു എക്സ്പീരിയൻസ്? നമ്മുടെ വന്നിട്ട് ഈ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു.
നമുക്ക് വേണ്ടുന്ന ഐറ്റംസ് ഉണ്ട്. ഇവിടെ അന്വേഷിച്ച് കളക്ഷൻസ് ഉണ്ടല്ലോ, നമുക്ക് നോക്കി എടുക്കാം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന പശുക്കളെല്ലാം കന്നി പശുക്കളാണോ? 4 പല്ല് പ്രായത്തിൽ നോക്കി എടുത്തേക്കുന്നതാണ്. ഏകദേശം പ്രൈസ് റേഞ്ചൊക്കെ നമുക്ക് എത്ര വന്നിട്ടുണ്ടായിരുന്നു? 1 ലക്ഷത്തിന് റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? പിന്നെ ഈ 10 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പശു വളർത്തൽ എങ്ങനെയാണ്? ലാഭമാണോ? കുഴപ്പമില്ല. ആദ്യം കുറച്ച് 5 വർഷമൊക്കെ ഞങ്ങൾ ലാഭത്തിൽ നഷ്ടത്തിലായിരുന്നു, കിട്ടിയിരുന്നില്ല. എന്തെങ്കിലും മിച്ചം, അതായത് 20 പശുക്കളുടെ എണ്ണം കൂടിയപ്പോഴാണ് അല്ലേ? അത് തന്നെ. ഈ പശുക്കൾ എത്ര പാല് വരെ കിട്ടുന്ന പശുക്കളാണ് നിൽക്കുന്നത്? 15 ലിറ്ററിന്റെ മേലേക്കാണ്. 15, 2 നേരം കൂടെ ചേർത്തിട്ട് 15 ലിറ്ററിന് മേലേക്ക് എത്ര വരെ കിട്ടുന്ന പശുക്കളുണ്ട്? 22 വരെ കിട്ടുന്നുണ്ട്. 22 ലിറ്റർ വരെ കിട്ടുന്ന പശുക്കളുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫാം പോകണമെന്നുണ്ടെങ്കിൽ എത്ര ലിറ്ററുള്ള പശുക്കൾ വേണം? 15ന്റെ മേലേക്ക് വേണം. 15ന് മേലെ. ഒരു കുട്ടിക്ക് ഒരു 3 ലിറ്ററെങ്കിലും നമ്മൾ കുടിക്കാൻ കൊടുക്കണം. കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. പശു കുട്ടികളെയൊക്കെ നമ്മൾ ബ്രീഡ് ചെയ്തെടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇൻസെമിനേഷൻ ചെയ്തിട്ട് NDDP അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? കുത്തി വെച്ചിട്ട് എടുക്കുന്നുണ്ട്. നല്ല ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ആ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വളർത്തുന്നുണ്ടോ അതോ വിൽക്കുവാണോ? പശുക്കുട്ടികളെല്ലാം നമ്മൾ കൊടുക്കത്തില്ല, അങ്ങനെ കൊടുക്കും. പശുക്കുട്ടിയെല്ലാം നല്ല പാൽ കൊടുത്ത് തന്നെ വളർത്താം അല്ലേ? ഒരു ദിവസം എത്ര ലിറ്റർ പാൽ കൊടുക്കും? 3 ലിറ്റർ. 3 ലിറ്റർ എത്ര നാൾ കൊടുക്കും? അങ്ങനെ 2 മാസം. അപ്പോൾ പിന്നെ 2 ലിറ്റർ ആക്കും. ആദ്യത്തെ 2 മാസം 3 ലിറ്റർ, പിന്നെ 2 ലിറ്റർ, പിന്നെ സ്റ്റാർട്ടർ കൊടുത്തിട്ട് പതുക്കെ ആക്കി എടുക്കും അല്ലേ? മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ എന്തൊക്കെ ഫുഡാണ് ഈ പശുക്കൾക്ക് കൊടുക്കുന്നത്? ഞങ്ങൾ കൊടുക്കുന്നത് പിന്നെ ചോളം, ഗോതമ്പ് തവിട്, പിന്നെ ഇത് കഞ്ഞി മറ്റേ നല്ല മട്ടാരിന്റെ ആട്ടയിലൂടെ വെച്ചിട്ട് കംപ്ലൈന്റ് അരി ഉണ്ടാവും. ദിവസവും കഞ്ഞി വെച്ചിട്ട് കൊടുക്കും. പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ശരി. പുൽകൃഷി ഉണ്ടോ നമുക്ക്? പുൽകൃഷി എത്ര ഏക്കറിലുണ്ട്? സൂപ്പർ നൈപ്പറാണോ? സൂപ്പർ. പിന്നെ സൈലേജ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? സൈലേജ് ഇല്ല, പുല്ല് മാത്രം കൊടുക്കുവാണ്. പിന്നെ പാല് ഫുള്ള് സൊസൈറ്റി കൊടുക്കുവാണോ നമ്മള്? വണ്ടി കൊണ്ട് പോകുമ്പോൾ ലോക്കൽ സെയിലുണ്ട്. അത് എത്ര രൂപയ്ക്ക് കൊടുക്കും നമ്മൾ ലോക്കലി? 60 രൂപ. അല്ലെങ്കിൽ സൊസൈറ്റിയിലോ? 48 രൂപ ആണ്. ആണ്. ബ്രോയ്ക്ക് എങ്ങനെ ഈ പണ്ട് തൊട്ട് ഈ ഒരു മേഖലയ്ക്ക് താല്പര്യമാണോ? ഫാമിങ്? ഞങ്ങൾ കൂടെ ചേർന്നേ ഉള്ളു. ചേട്ടൻ ഈ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ തന്നെ ഇരിക്കുന്നത്. വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ നമുക്ക് ഇതിൻ്റെ കൂടെ? എന്തൊക്കെ ബിസിനസ്? റബ്ബറിന്റെ ഷീറ്റ്, പാല്. എന്ത് കോഴി? ബ്രോയിലർ കോഴി. അങ്ങനെ എല്ലാവരും മിക്സ്ഡ് ആയിട്ടൊരു ഫാം ആണല്ലേ? ഫാമിന് എന്തെങ്കിലും പേരുണ്ടോ? രാധാമാധവ്. അച്ഛൻ്റെ ചേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരാണ് രാധാമാധവ്. അങ്ങനെയാണ്. എങ്ങനെയുണ്ട് ശക്തിയുടെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ഞങ്ങൾ വാങ്ങിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ മാസം ഒന്ന് പരിചയപ്പെട്ടു. ഇപ്പോഴാണ് വന്നത്. കഴിഞ്ഞ മാസം നേരിട്ട് വന്നായിരുന്നു മാർക്കറ്റ്? ഓ, ഫാമിലി ആയിട്ട് വന്നത്. അതാണ് പറഞ്ഞത്, ഫാമിലി ആയിട്ട് എല്ലാവരും ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം കാണാൻ താല്പര്യമുള്ളതുകൊണ്ടല്ലേ എല്ലാവരും കണ്ടിട്ട് പോയി. പിന്നെ ഇപ്പോഴാണോ നമ്മൾ വാങ്ങുന്നത്? എന്തെങ്കിലും സ്കീമാണോ നമ്മുടെ പേഴ്സണൽ? അതാണ് നമുക്ക് സ്കീമിനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, നോക്കാന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഇതിനെ കൊണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് പതുക്കെ വെക്കാൻ വെച്ചിട്ടാണ്. അതെ. എന്താ ഈ പശുക്കളെല്ലാം നല്ല ക്വാളിറ്റി, ക്വാളിറ്റി ഉള്ള പശുക്കളാണ്. കാണുമ്പോഴില്ല, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പശുക്കളെ കാണുന്നവർക്ക് അറിയാവുന്നവർക്ക് അറിയാം. എല്ലാ അടിപൊളി പശുക്കളാണ് എടുത്തു കൊടുത്തേക്കുന്നത്. എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകണോ സെപ്പറേറ്റ്? എങ്ങനെ ഇവിടുന്ന് സേലത്തിൽ നിന്നിട്ട് മാറ്റിയിട്ട് എടുക്കുവാണ്? അവിടുന്ന് കൊണ്ടുപോയിരിക്കും അല്ലേ? എങ്ങനെ വന്നു ഈ മാർക്കറ്റിലേക്ക്? ബസ്സിന്? എങ്ങനെ? ബസ്സിന് എങ്ങനെ? ബാംഗ്ലൂർ വന്നിട്ട് വന്നോ? ബാംഗ്ലൂർ വന്നിട്ട് അവിടുന്ന് പിന്നെ ചിന്താമണിക്ക് ബസ്സിന് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പോവാണല്ലേ? ഇതിൻ്റെ കൂടെ കയറി പോകാം. ഓക്കെ, എന്നാലും താങ്ക് യു സോ മച്ച്. അത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് പറഞ്ഞാൽ? നിലമ്പൂർ, മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ 10 കിലോമീറ്റർ. പൂക്കൂട്ടം പാടം എന്ന് പറഞ്ഞ ഗ്രാമമാണ്. ഗ്രാമത്തിൽ അടുത്ത് തന്നെയാണ്. ഫാമിന് രാധാമാധവ് എന്നാണ് പേര്. ആട് ഫാമുണ്ട്. ആടുണ്ട്, കോഴിയുണ്ട്, പശുവുണ്ട്. പിന്നെ എന്തുകൊണ്ട്? റബ്ബർ. എത്ര ഏക്കറുണ്ട്? എത്ര ഏക്കറിൽ നമുക്ക്? 5-6 ഏക്കറിലാണ്. അല്ല, ബാക്കിയൊക്കെ വേറെ ജോലിക്കാരുണ്ടോ? ബാക്കി നോക്കാൻ സെപ്പറേറ്റ് ജോലിക്കാരുണ്ട്. ജോലിക്കാർ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്. കോഴി നോക്കുന്ന ഫാമിലീസ് ഉണ്ട്. ബീഹാർ. ഓഹോ. ഈ പഴയ ജോലിക്കാരൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ ഓരോരുത്തർ വരുമ്പോൾ അവർ പിന്നെ പോകുമ്പോൾ എടുക്കി തരും. ഈ ജോലിക്കാർ പല ഓണേഴ്സും നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, ജോലിക്കാർ ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് ബീഹാറിൽ അവർ നാട്ടിൽ പോകുമ്പോൾ വേറെ ആൾക്കാർ തരും, സെറ്റ് ചെയ്തിട്ട് അടുത്ത് 6 മാസം കഴിഞ്ഞാൽ അവരുടെ വരും. ഓ, അങ്ങനെ മാറി തിരിച്ചതിന് കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. അർഷ ബ്രോ, നമസ്കാരം.
നിങ്ങൾ ഇവിടുന്ന് പോകുന്നില്ലെന്ന് തോന്നുന്നു, നിങ്ങൾ കർണാടക തന്നെയാണോ? നിങ്ങള് പാർട്ട്ണർ നിങ്ങളൊക്കെ ആയിട്ട് പാലക്കാട് മൊത്തം ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതല്ലോ. ഇത് പാലക്കാട് എവിടെയാ സ്ഥലം? പാലക്കാട് എല്ലാ ആൾക്കാരും എല്ലാ ആഴ്ച ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരും അല്ലേ? തീർച്ചയായിട്ടും. എത്ര എടുത്ത് മൊത്തത്തിൽ? 10 എടുത്തുണ്ട്. കഴിഞ്ഞ അടുത്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഇപ്പൊ കുറെ നാളെ വന്നിട്ട്. നിങ്ങൾ ഇടയ്ക്ക് വരുന്നുണ്ടോ അറിയുന്നില്ല. നിങ്ങൾ എല്ലാ ആഴ്ച വരുന്നുണ്ടായിരിക്കും അല്ലേ? നിങ്ങൾ എല്ലാ ആഴ്ച വരുന്നുണ്ട്. നിങ്ങളെ പാലക്കാട് എല്ലാവരും ഓരോരുത്തർ ആഴ്ചയായിട്ട് വരുവാണോ? എല്ലാരും അറിയണം അല്ലേ? ചിന്താമണി പശുക്കളും കാര്യങ്ങള് ചന്ത എന്താണെന്ന് എല്ലാവരും. അതുകൊണ്ട് എല്ലാവരും പാലക്കാടാണ്. പിന്നെ ചേട്ടൻ്റെ പുതിയ ഫാമാണോ? 9 മാസമായിട്ടേ ഉള്ളൂ. അർഷാദിന്റെ നേരത്തെ എടുത്തായിരുന്നു അല്ലേ? എങ്ങനെയാ? മുന്നേ എടുത്തു. അർഷാദ് നാട്ടിൽ കൊണ്ടുവന്ന് ഒരെണ്ണം ട്രയൽ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് എടുത്ത് സക്സസ് ആയതിനു ശേഷമാണ് രണ്ടാമത് ഇവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് ആയിട്ട് കുറെ എടുത്തിട്ടുണ്ട്, കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 5 മാട് എടുത്തിട്ടുണ്ട്. എല്ലാം അത് തന്നെ ക്വാളിറ്റി ഉള്ള പശുക്കളാണ് എല്ലാം എടുക്കുന്നത്. പ്രായം കുറഞ്ഞ് 20-25 കന്നിയിൽ തന്നെ 20-25 ഉള്ള പശുക്കളാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നല്ല ഉറപ്പായിട്ട് 20-25 മേലെ കിട്ടുന്ന പശുക്കളാണ് എടുത്തിട്ടുള്ളത്. അർഷാദ് കഴിഞ്ഞ തവണയൊക്കെ എത്ര പാല് വരെ കിട്ടി നമ്മൾ കൊണ്ടുവന്നൊക്കെ? നമുക്ക് 20 മേലെ 25-26 വരെയൊക്കെ കിട്ടുന്നു. ഫാമിലൊന്നും നിൽക്കുന്ന എല്ലാം അന്നേരം വിറ്റ് പോവാണ്. കൂടുതൽ ദിവസം വെക്കില്ല, നിർത്തുന്നില്ല. അന്നേരം തന്നെ ആൾക്കാർ വന്ന് കൊണ്ടുപോവാണ്. ഇതുപോലെ അല്ലേ ചേട്ടൻ്റെ ഇവിടെ സാമ്പിൾ നോക്കാൻ വേണ്ടിട്ട് 1-2 എന്താന്നുള്ള മനസ്സിലാക്കിയ ശേഷം പിന്നെ ശരി. ഇപ്പൊ ഒരുമിച്ച് വന്ന് എടുക്കാൻ പറ്റാത്തവർക്ക് 1-2 വാങ്ങി സാമ്പിൾ സാമ്പിൾ നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ വാങ്ങുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലക്കാർക്കും എല്ലാവരും എത്തിച്ചു കൊടുക്കുന്നുണ്ട് ബ്രോ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജേഴ്സി പശുക്കളൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ് ചിന്താമണിയിലെ പശുവിന് ഒരെണ്ണം എടുത്തിട്ട് എത്ര നാളായിട്ടോ വാങ്ങിയിട്ട്? ഒരു മാസം ട്രയൽ ചെയ്തു. അപ്പൊ എത്ര പാല് വരെ കിട്ടി നമുക്ക്? 20-25 ലിറ്റർ കന്നി പശുക്കൾ കിട്ടി. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ പശുക്കളെ കിട്ടത്തില്ല. എത്ര രൂപ വില കൊടുത്തു അർഷാദിനന്ന്? 1,00,000 കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നല്ല അടിപൊളി. ഇപ്പൊ ഇന്നെടുത്ത പശുക്കളൊക്കെയാണ് നമുക്ക് എല്ലാം ഒരു 20-25 ലിറ്റർ വരെ കിട്ടാവുന്ന ടൈപ്പുള്ള അടിപൊളി പശുക്കളാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. ഇന്ന് നേരിട്ട് വന്നിട്ട് അവരെടുത്ത പശുക്കളാണ് ഇതെല്ലാം കേട്ടോ. ഇതെല്ലാം നമ്മുടെ ഫാമിലേക്ക് അടുത്താണ്. അടുത്ത നമ്മൾ അടുത്ത ഫാമിലേക്ക് വലിയ പുതിയ ഫാമുകാരാണോ എടുത്തേക്കുന്നത്? പുതിയ ഫാമർക്ക് വേണ്ടിയാണോ? പുതിയ ഫാമർക്ക് വേണ്ടി പിന്നെ കച്ചവടത്തിന് നമ്മൾ എടുത്തിട്ടുണ്ട്. കച്ചവടത്തിനാണെങ്കിൽ ലോക്കൽ പശുക്കളൊന്നും അല്ല നമ്മൾ എടുക്കുന്നത് അല്ലേ അർഷാദേ? ഈ കച്ചവടക്കാർ ചിലര് കുറെ ലോക്കൽ പശുക്കൾ എടുത്തുകൊണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. ഒരിക്കലും അതിനുള്ളത് ചെയ്യുന്നില്ല. വില ഒരു 90 രൂപ റേഞ്ചിൽ വരും. എന്നാലും നല്ല ക്വാളിറ്റിയുള്ള പശുക്കളെ മാത്രമേ കാര്യമുള്ളൂ. വരുന്നുണ്ട്. പിന്നെ നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളും പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും പ്രോഫിറ്റ് കാണും. നിങ്ങളുടെ പ്രോഫിറ്റ് അതിനുള്ള ഗുണം എടുക്കുന്ന കസ്റ്റമർക്ക് ഉണ്ടാവും. എടുത്തവർ തന്നെയാണ് നമ്മുടെ കൂടുതലായിട്ട് പശുക്കൾ എടുക്കുന്നത്. ഈ പുതുതായിട്ട് തുടങ്ങുന്നവർക്കൊക്കെ ചിന്താമണി പശു വേണമെങ്കിൽ ഒരെണ്ണം വാങ്ങി നോക്കി ട്രയൽ ചെയ്തതിനു ശേഷം ട്രയൽ ചെയ്ത് നോക്കിയിട്ട് പിന്നെ വന്നിട്ട് ഇവിടുന്ന് കൂടുതലായിട്ട് എടുക്കുന്നത് ഇതേപോലെ. ചേട്ടന്റെ പേര് എങ്ങനെയാ? ശശികുമാർ ചേട്ടനെ പോലെ ഒരെണ്ണം എടുത്ത് ട്രയൽ ചെയ്ത് സക്സസ് ആയ ശേഷം വീണ്ടും എടുക്കാം. അപ്പൊ ചേട്ടന്റെ എക്സ്പീരിയൻസ് കന്നി പശുക്കൾ എടുക്കണം അല്ലേ? നല്ല അതാണ് ചേട്ടന്റെ സക്സസ്. അപ്പൊ ചിലർക്ക് പലർക്കും പല എക്സ്പീരിയൻസ് ആണ്. ചിലപ്പം രണ്ടാമത്തെ പ്രസവമായാലും കുഴപ്പമില്ല, പ്രസവം തന്നെ ഞാൻ നോക്കിയെടുത്തു. പിന്നെ നേരിട്ട് വന്നിട്ട് എടുത്തത്. മൊത്തം എത്ര പശുക്കളുണ്ട് മൊത്തത്തിൽ? ഇപ്പൊ എന്റെ ഫാമിലി 7 ഉണ്ട്. 5 ഇന്ന് എടുക്കുന്നുണ്ടായിരുന്നു. ജോലിക്കാരൊക്കെ ഉണ്ടോ? ജോലിക്കാരുണ്ട്. മേപ്പള്ളിയാണോ? എങ്ങനെയാ? ഒരു ബീഹാറിലത്തെ ഒരു പയ്യൻ. എന്ത് ശമ്പളം കൊടുക്കുന്നവർക്ക്? അവന് 15-16 ഫുഡ് അക്കോമഡേഷൻ എല്ലാം കൊടുക്കുന്നുണ്ട്. ബാക്കി പാലൊക്കെ നമ്മുടെ സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത്. എന്ത് വില കിട്ടുന്നുണ്ട് നമുക്ക്? സൊസൈറ്റിയിൽ എനിക്കൊരു 48-49 രൂപ കിട്ടുന്നുണ്ട്. അപ്പം കുഴപ്പമില്ല. പാലുള്ള പശുക്കൾ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പാലുള്ള പശു ഉണ്ടെങ്കിൽ ഈ ഫീൽഡ് വിജയിക്കും. പാലുള്ള പശുക്കൾ ചേട്ടൻ എക്സ്പീരിയൻസ് എത്ര പാലെങ്കിലും വേണം കുറഞ്ഞത്? ഒരു ദിവസം ഒരു ഫാം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചുരുങ്ങിയത് ഒരു 170 അല്ല 175 തൊട്ടിട്ട് 200 ലിറ്റർ വരെ മൊത്തത്തിൽ വേണം. അതെ. എന്നാൽ അല്ല ഒരു പശുവിന് ആവറേജ് ഒരു പശുവിൽ എത്ര പാല് കിട്ടണം? പശുവിന് 20 തൊട്ടിട്ട് 25 ലിറ്റർ പാല് 20 ലിറ്റർ കിട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ. അതിന്റെ മെയിൻ്റനൻസ് ഇതെല്ലാം പിന്നെ ലേബറിനുള്ള ചാർജ് ഇതെല്ലാം നോക്കുമ്പോൾ ഒരു 20 തൊട്ടിട്ട് 25 ലിറ്റർ വരെ കിട്ടുകയാണെങ്കിൽ സക്സസ് ആയിട്ട് പോകാൻ പറ്റും. അപ്പൊ അതേപോലുള്ള പശുക്കളാണ് ചേട്ടനെ എടുത്തേക്കുന്നത്. നോക്കി എല്ലാം നല്ല കന്നി പശുക്കളിൽ തന്നെ പ്രായം കഴിഞ്ഞ 2 പല്ല് 4 പല്ലത്തിൽ നോക്കി ഹെവി സൈസ് പശുക്കളാണ് എല്ലാം എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നോക്കി നല്ല അടിപൊളി പശുക്കളാണ് കേട്ടോ. നല്ല മടിയിലുള്ള പശുക്കളാണ്. പ്രസവിച്ചിട്ടില്ല. പ്രസവിക്കുന്ന ഒരാഴ്ച ഗ്യാപ്പുള്ള പശുക്കളാണ്. ചേട്ടാ എന്ത് ഫീൽഡിലായിരുന്നു?
ഞാൻ സർവീസിലായിരുന്നു. സർവീസിൽ പട്ടാളത്തിലായിരുന്നു. പട്ടാളത്തിൽ പെൻഷനായിട്ട് പിന്നെ നാട്ടിൽ ചുമ്മാ ഇരിക്കണ്ട അല്ലേ? നാട്ടിൽ വന്ന് ഒരു വർഷം എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇതിലായിരുന്നു. അവസാനം നല്ലൊരു ഫീൽഡ് എന്നുള്ളതിൽ അത് പശുക്കൾ, പണ്ട് പശുക്കൾ ഉണ്ടായിരുന്നു, അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. വീട്ടിലെല്ലാം പശുക്കളും എരുമ എല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് വിപുലമായിട്ട് ചെയ്തു. അല്ല, ഇതിലേക്ക് ഇറങ്ങണില്ല, ഇതിനോട് ഇൻട്രസ്റ്റ് വേണം, താല്പര്യം വേണം. ഒന്നാമത്തെ കാര്യം 24 മണിക്കൂറും ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നിൽക്കണം. ഞാൻ പെൻഷൻ വന്നതിന് ശേഷം എനിക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതേന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ്. നമ്മൾ കുറച്ച് പശുക്കളെ വാങ്ങിയിട്ട് എവിടെയെങ്കിലും ദൂരെ പോയിരുന്നിട്ട് നോക്കിയിട്ട് കാര്യമില്ല. അടുത്ത് എപ്പോഴും നമ്മൾ വേണം. ഓരോ പശുക്കൾക്ക് എപ്പോഴും എന്താണ് സംഭവിക്കുന്നത് നോക്കിയിട്ട് നമ്മൾ കാര്യമില്ല. നമ്മൾ ഫുൾ ടൈം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് സക്സസ് ആക്കി എടുക്കാൻ പറ്റും. പശുക്കൾ ഇളകുന്ന അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് കുത്തി വെക്കണം, കറക്റ്റ് സമയത്ത് ചാന പിടിപ്പിക്കണം, എന്തെങ്കിലും ഫുഡ് കഴിച്ചില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നോക്കണം. കറക്റ്റ് ഒരു ജീവികളാണ്, ഒരു മെഷീൻസ് അല്ല. ഒരു മെഷീൻ ആണെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും നോക്കിയാൽ മതി. അപ്പൊ ജീവനുള്ള ഐറ്റംസ് ആയിട്ട് നമ്മൾ കൂടെ നിന്നിട്ട് ഒബ്സർവ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ശരിക്കും മാത്രമേ സക്സസ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ஓகே டா, தேங்க் யூ டா, தேங்க் யூ. அண்ணா வணக்கம்ண்ணா, எப்படி இருக்குண்ணா? எந்த ஊர்? பொள்ளாச்சி. இந்த மார்க்கெட்டில் ஃபஸ்ட் டைமா? ஃபஸ்ட் டைம் மாடு வந்து எத்தனை மாடு வாங்கியிருக்கு? பேக்கில் இருக்குது 8 மாடான வாங்கியிருக்குல்ல. ஏன்னா பொள்ளாச்சி இത്ര ദൂരം இங்கே வந்திருக்கு? 400 kilometers வருது. ഇവിടെ இங்கே வந்திருக்கு. குவாலிட்டி பார்க்கறதுக்காக வந்திருக்கு. இதுக்கு முன்னாடி பார்க்கறதுக்காக வந்திருக்கு. அதெல்லாம் வீடியோல பார்த்துருக்கா? இல்ல, வீடியோ மட்டும் பார்த்துருக்கு. இப்போ எப்படி இருக்கு நேரிட்டு பார்க்கும்போது? எப்படி இருக்கு? ஹை குவாலிட்டியா இருக்கு. இந்த மாதிரி மாடு இதுக்கு முன்னாடி பார்க்க முடியாது. இங்க ஆக்சுவலா மத்த ஸ்டேட்ல பாத்தீங்கன்னா மத்த ஸ்டேட்ல படி இங்க தமிழ்நாடு இவ்வளவு குவாலிட்டி பார்க்க முடியாது. இப்போ எத்தனை மாடு வச்சிருக்கு டோட்டல் ஃபார்முக்கு? 10 இருக்கு. 8 வாங்கியிருக்கு. என்ன பால் லோக்கல் சேலா என்ன பண்ணிட்டு இருக்கு? சொசைட்டிலுக்கு போயிருக்கு. எவ்வளோ 1 லிட்டருக்கு எவ்வளோ கிடைக்கும்? அது 40 ருபீஸ் ஆவரேஜ் கிடச்சிட்டு இருக்கு. அது ஏதாவது பை ப்ராடக்ட் அந்த மாதிரி ஏதாவது பண்ணிட்டு இருக்கா? அந்த ஃபியூச்சரில் பிளான் இருக்கு. ஏதாவது ஃபார்முக்கு நேம் இருக்கா? வேணு டைரி ஃபார்ம். வேணு. ஆக்சுவல் பொள்ளாச்சியில் எந்த லொக்கேஷனில் இருக்கு? ஆரமலையில் வச்சிருக்கு. இப்போ ஃபார்ம் ஆனால் மெயினாக வேற ஏதாவது பிஸ்னஸ் பண்ணியிருக்கா? ஃபார்ம் மீன் கோகனட் எவ்வளோ லேண்ட் வச்சிருக்கு? கிருஷி 4 ஏக்கர் வச்சிருக்கு. கோகனட் வச்சிருக்கு. அதுக்கப்புறம் இந்த ஃபார்ம் வச்சிருக்கு. இது டெவலப் பண்ணக்க யோசிச்சிருக்குல்ல? ஓகேண்ணா. எப்படி எக்ஸ்பீரியன்ஸ் செகண்ட் எப்படி எக்ஸ்பீரியன்ஸ் வச்சிருக்கு? வீடியோ பார்த்துருக்கேன், फोन பேசிருக்கு. ஓகேண்ணா, தேங்க்யூ. एक ही पशु है? एक ही है? दूसरा किधर है? सेल हो गया? सेल हो गया. ओ कितना टीथ है? 6 പല്ല് പ്രായത്തിലുള്ള പശുവാണ്. डिलीवरी के लिए कितने दिन बाकी है? 20 डेज डिलीवरी के लिए 20 डेज बाकी है. मिल्क कितना मिलेगा एक दिन में? 25 मिलेगा दो टाइम. ഓക്കെ. 6 പല്ല് പ്രായത്തിൽ 20 ദിവസം ബാക്കിയുണ്ട്. 25 ലിറ്റർ കിട്ടും എന്ന് പറയുന്ന ഒരു പശുവാണ്. आप कितना प्राइस आस्किंग प्राइस? 130. क्यों इतना ज़्यादा आस्किंग कर रहे हैं? फर्स्ट लैक्टेशन नहीं है, 6 टीथ है. सेकंड है 6 टीथ है. वो साइज से बड़ा नहीं है. क्यों 130? क्वालिटी ज़्यादा प्रॉब्लम नहीं है. साइज से एवरेज है ना, बड़ा साइज नहीं है ना. हमारा भी 5 है. ओके, एवरेज है. लास्ट कितना मिलेगा तो दिएगा आप? ലാസ്റ്റ് 1 ടൺ 1,16,000 ലാസ്റ്റ് പ്രൈസ് വരുന്നത്. 130 ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ മോഴയാണ്. ഒറിജിനൽ മോഴയാണ്. ടീത്ത് 4 6 1 2 3 4 1 2 3 അല്ലല്ല 1 2 3 4 5 6ാമത്തെ വരുന്നേ ഉള്ളൂ കേട്ടോ. 4 പല്ല് കഴിഞ്ഞ് 6ാമത്തെ 2 പല്ല് മുളച്ചിട്ട് വരുന്നൊരു പശുവാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പശുവാണ്. സൈസൊക്കെ ഉണ്ട്. മണി ബെൽറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1,10,000 ലാസ്റ്റ് അവർ ചോദിക്കുന്നത്. 20 ദിവസത്തോളം ഡെലിവറിക്ക് ബാക്കിയുണ്ട്. ഓക്കെ. അപ്പോൾ നമസ്തേ, എപ്പടെ ഇருக்கு? അപ്പോൾ अभी कितना गाय? 2 है? तो कितना टीथ है? कितना टीथ का? 6 टीथ है. डिलीवरी के लिए कितने दिन बाकी है? 20 डेज बाकी है. कितना मिल्क? 10 जाएगा. 1 टाइम 10. 10 ലിറ്റർ വെച്ചിട്ട് 20 ലിറ്റർ കിട്ടുമെന്ന് പറയുന്നു. ആസ്കിംഗ് പ്രൈസ് കിത്തന? 95. 95 രൂപയാണ് ചോദിക്കുന്നത്. लास्ट कितना मिलेगा तो दिएगा? 20 देगा पर डे. नहीं, लास्ट कितना प्राइस आपका मिलेगा? 90,000 लास्ट प्राइस. 90 लास्ट प्राइस है. ओके. ओए ओ वाला फर्स्ट लैक्टेशन में टीथ कितने हैं? 2 टीथ. 2 टीथ तो देख सकते हैं. अच्छा गाय है.
दिन को 30 लीटर। ओके, दो है। एक दिन में कितना मिलेगा? 30 लीटर मिलेगा 30 लीटर 2 टाइम 50-50 मिलेगा पक्का मिलेगा? गारंटी मिलेगा? गारंटी के साथ नहीं मिलेगा तो क्या करेगा? वापस आके छोड़ोगा। नहीं मिलेगा तो वापस लेके जा रहा है। कितना प्राइस आपको बोल रहा है? ये मैं 20 बोल रहा हूँ। कितना प्राइस 120 आस्किंग प्राइस है। लास्ट कितना मिलेगा तो देगा आप? आप देखेंगे, नेगोशिएबल होता है। नेगोशिएबल है कितने? 95 है 15 നെഗോഷ്യബിൾ 105 1,50,000 രൂപ കിട്ടുവാണെങ്കിൽ കൊടുക്കുമെന്ന് പറയുന്നു. 30 ലിറ്റർ വരെ കിട്ടുമെന്ന് പറയുന്നത്. അടിപൊളി ഹെവി സൈസ് നല്ല കന്നി പശുവാണ്, കൊമ്പൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു ദിവസം 30 കിട്ടുമെന്ന് പറയുന്നുണ്ട്. 1,50,000 രൂപ ലാസ്റ്റ് പ്രൈസ് ചോദിക്കുന്നത്. वो फर्स्ट लैक्टेशन है? फर्स्ट लैक्टेशन में 40th है. मिल्क कितना मिलेगा एक दिन में? 20 लीटर एक दिन में मिलेगा. लास्ट प्राइस रेंज कितना? 85. लास्ट कितना मिलेगा तो आप दिएगा? लास्ट प्राइस फाइनल 85. 85,000 രൂപയാണ് ലാസ്റ്റ് ചോദിക്കുന്ന പ്രൈസ്. അത് കിട്ടുവാണെങ്കിൽ കൊടുക്കുമെന്ന് പറയുന്നു. അത്യാവശ്യം ഒരു മീഡിയം ടൈപ്പ്, ഒരു HF ചെറിയ എന്തോ ക്രോസ് പോലെ തോന്നുന്നുണ്ട്. നല്ലൊരു ആവറേജ് സൈസ് പശുവാണ്. ഓക്കേണ ശക്തി. ഇത് കൂടുതൽ കുട്ടികളാണല്ലോ ഒത്തിരി. இப்ப எல்லாம் பஸ் எல்லாம் இப்ப லோட் பண்ணோம். ஸ்டாஜில குட்டி எடுக்கும் பாருங்க, மஞ்செல்லாம் போட்டு ഫ്രീ ആയിട്ട് നല്ല ലോഡ് பண்ணி இப்ப കൊടുക്കും. ഓക്കെ, നല്ല ഇത് പുതുതാണല്ലേ? ഡാമേജ് ഒന്നും അല്ല, നല്ല പുതിയ സാധനമാണ്. പുതിയ സാധനം എടുത്തിട്ട് കുട്ടികളെല്ലാം നല്ലതായിട്ട് സേഫ് ആയിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. അർഷാദേ, നിറയെ കുട്ടികളെയൊക്കെ എടുത്തോണ്ട് വരുന്നല്ലോ ഇത്. ഇന്ന് മൊത്തം കുട്ടികളാ. മൊത്തം പ്രസവിച്ചാണോ? അല്ലേ ഇതായിരിക്കും കേട്ടെ. പശുക്കുട്ടികളൊക്കെയാണോ വർഷം ഇത്? അതെ അതെ, പശുക്കുട്ടികളുണ്ട്. മൂരിക്കുട്ടി, ബാക്കിയുള്ള എല്ലാം പശുക്കുട്ടി. എല്ലാം പശുക്കുട്ടികൾ. സൈസ് കുട്ടിയാണ്. ബേസിന്റെ നല്ല അടിപൊളി കുട്ടികളാണ് എല്ലാം പ്രസവിച്ചത്. എല്ലാ കുട്ടികളും കുട്ടികളെ വളർത്തിയത് നമുക്ക് മുതലാവും അല്ലേ? നല്ല സൈസിലുള്ള കുട്ടികളൊക്കെയാണ്. പക്ഷെ ഈ കുട്ടികളെ കൊണ്ട് വിറ്റാൽ തന്നെ പൈസ കിട്ടുമല്ലോ നിങ്ങൾക്ക്? കോടികള്. അതാ നാട്ടിലും കിട്ടത്തില്ല ഇതുപോലെ കുട്ടികള്. ഇതുപോലെ കുട്ടികളെ 2 മാസം ആകെ തന്നെ മുതലാ. 220 എന്താ പറയില്ലേ, ആൾക്കാരാണ്. ഓ യു കെ അമേരിക്കൻ ആൾക്കാരൊക്കെ. നല്ല അടിപൊളി കുട്ടികളാണ്. എല്ലാ ABSന്റെ ഒക്കെ ആണെങ്കിലും HLD നല്ല അടിപൊളി പശുക്കുട്ടികളാണ് തോന്നുന്നു കൂടുതലും കിട്ടുന്നത്. പശുക്കുട്ടികളെ നോക്കിയെടുത്തേക്കാണ് തോന്നുന്നല്ലേ? നല്ല കിട്ടാൻ വേണ്ടി 6 ആയിരിക്കും. 6 ആണ്.